നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ വർഷത്തെ 106-ാം ദിവസമായ ഇന്ന് തീയതി 15/4/2024 തിങ്കൾ, മലയാള വർഷം 1199 മേടം 2. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത: എല്ലാ വർഷവും ഏപ്രിൽ 15-ന് ലോക കലാദിനം ആഘോഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കലയായി അവർ കരുതുന്ന കാര്യങ്ങൾക്ക് അവരുടെ നിർവചനങ്ങളുണ്ട്. വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് വ്യത്യസ്ത അഭിരുചികളും ശൈലികളുമുണ്ട്. കലയുടെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവസരമായി ഈ ദിനം ഉപയോഗിക്കുന്നു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ആർട്ടിന്റെ ജനറൽ അസംബ്ലിയിൽ ഏപ്രിൽ 15-ന് ലോക കലാദിനം പ്രഖ്യാപിച്ചു. 2012-ലായിരുന്നു ആദ്യ ആഘോഷം. പ്രസിദ്ധനായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് തീയതി തിരഞ്ഞെടുത്തത്. ഇന്നത്തെ ദിവസത്തെ ചരിത്രം: 1755 ഏപ്രിൽ 15-ന് സാമുവൽ ജോൺസന്റെ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു നിഘണ്ടു ലണ്ടനിൽ പ്രസിദ്ധീകരിച്ചു. 9 വർഷത്തെ പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. എക്കാലത്തെയും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ജനനം 1452 ഏപ്രിൽ 15. ജന്മസ്ഥലം വിൻസി, ഫ്ലോറൻസ്, ഇറ്റലി. മുഴുവൻ പേര് ലിയനാർഡോ ഡി സെർ പിയറോ ഡാവിഞ്ചി. അക്ഷരങ്ങളുടെ എണ്ണം: ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് അവരുടെ അക്ഷരമാലയിൽ 26 അക്ഷരങ്ങളുണ്ടെന്ന് അറിയാമെങ്കിലും ഇത് സ്റ്റാൻഡേർഡ് അല്ലെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പപ്പുവ ന്യൂ ഗിനിയയിൽ സംസാരിക്കുന്ന റോട്ടോകാസ് എന്ന ഭാഷയ്ക്ക് 11 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഭൂമിയിലെ ഏറ്റവും ചെറിയ അക്ഷരമാലയാണ്. ഒട്ടുമിക്ക അക്ഷരങ്ങളുടെയും കിരീടം എന്നറിയപ്പെടുന്നത് 74 അക്ഷരങ്ങളുള്ള കംബോഡിയയിൽ സംസാരിക്കുന്ന ഖെമറിലേക്കാണ്. അറിവ് എല്ലാവർക്കും. PSC ചോദ്യോത്തരങ്ങൾ. ആദ്യം, കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിച്ചത്? ഉത്തരം അഗസ്ത്യകൂടം. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ: ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമ? ഉത്തരം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഇന്ത്യയിലെ ഏറ്റവും പഴയ സിനഗോഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യത്തെ പത്രത്തിന്റെ പേര്? ഉത്തരം നാളത്തെ വീഡിയോയിൽ. ഇന്നത്തെ വാചകം: നിങ്ങൾക്ക് മനസ്സ് മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സുമായി ഇനി നാളെ. നന്ദി, നമസ്കാരം.